പൊതിച്ചോറ് എല്ലാവർക്കും കൊതിപ്പിക്കുന്ന ഒരു ഓർമ്മയാണല്ലേ. എനിക്കും അതെ. ചെറുപ്പത്തിൽ ഞാൻ കലോത്സവ മത്സരങ്ങൾക്ക് പോകുമ്പോഴായിരുന്നു കൂടുതലും പൊതിച്ചോറ് അമ്മ തന്നയക്കാറ്. പിന്നീട് അത് വലുതായപ്പോൾ ഹോസ്റ്റലിലേക്കുള്ള ആഴ്ചയിൽ ഉള്ള യാത്രകൾക്കായി. അങ്ങനെ പോകുമ്പോൾ കൂട്ടുകാർക്കൊക്കെ ഉള്ള ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പോൾ മിക്കവാറും സ്പെഷ്യൽ അമ്മയുടെ ഇഞ്ചിക്കറി, അച്ഛനുണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള അച്ചാർ, ഇതൊക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. വാഴയില പൊട്ടിച്ച് അത് സ്റ്റവിന് മുകളിൽ വെച്ചിങ്ങാട്ട് ഇങ്ങനെ വാട്ടിയെടുക്കും. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള ആ തണ്ടുഭാഗം കുറച്ചൊന്ന് ചെത്തിക്കളയും. അപ്പോൾ അത് മടക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആ കാഴ്ച കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ആ ചൂടുള്ള ആ ചോറ് അതിൻ്റെ ബാഗിലിട്ടിട്ട് ബസ്സിൽ പോകുമ്പോൾ ബസ്സിൻ്റെ ജനലിനോട് ചേർന്നുള്ള സീറ്റിലായിരിക്കും ഞാനിരിക്കുക. അപ്പോൾ ആ ചൂട് ചോറ് ഇങ്ങനെ നെഞ്ചിൽ വെച്ചിങ്ങാട്ട് ഇങ്ങനെ പകുത്തി ഇങ്ങനെ ഉറക്കത്തിലായിരിക്കും കോളേജിലേക്കുള്ള യാത്രയിൽ പോകുന്നുണ്ടാവുക. അപ്പോൾ കണ്ടക്ടർ വന്ന് പൈസ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എന്നിട്ട് ബാഗ് തുറക്കുമ്പോൾ ആ പൊതിച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു മണമായിരിക്കും വരിക. അപ്പോൾ ഞാൻ ചുറ്റും നോക്കും, ആരെങ്കിലും ആ മണം വരുന്നുണ്ടോയെന്ന്. മിക്കവാറും എടുത്തിരിക്കുന്ന ആളുകൾ നോക്കുന്നും ഉണ്ടാവും. നല്ല ഇഞ്ചിക്കറിയും പുളിശ്ശേരി അതിൻ്റെയൊക്കെ നല്ല സ്മെല്ലിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഈ പൊതിച്ചോറ് കെട്ടൽ കാണാനും അതിലേക്ക് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ പൊതിച്ചോറ് ക്ലാസ്സിലെത്തുമ്പോൾ കുറേ കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ വിഭവങ്ങൾ ഏതൊക്കെ അറിയാനായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ചോദിക്കും എന്താണ് സ്പെഷ്യൽ എന്ന്. അപ്പം അമ്മ ഇത് വാഴയില വാട്ടി അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ ഇട്ടിട്ടുണ്ടാവും പൊതിയാൻ. നല്ല ചൂട് ചോറ് അടുപ്പത്തുനിന്ന് ഊറ്റിയെടുത്ത് അപ്പം തന്നെ അതിലേക്ക് ഇടും. അപ്പോൾ ആവി ഇങ്ങനെ പറക്കുന്നുണ്ടാവും. മിക്കവാറും ബീൻസ് തോരൻ അല്ലെങ്കിൽ അച്ചിങ്ങത്തോരൻ, പച്ചപ്പയർ എന്നൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിൽ അച്ചിങ്ങ എന്നാണ് പറയുക, അതുണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവും. ആ ചൂട് ചട്ടിയിൽ കടുക് പൊട്ടിച്ച് അതുപോലെ മറ്റ് ചേരുവകളൊക്കെ ഒന്നൊന്നായിട്ട് അതിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് സവാള അരിഞ്ഞ് ബീൻസ് ഇട്ട് നാളികേരത്തിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റും. അപ്പം നല്ലൊരു രുചിയാട്ടോ. ആ ചെറുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഇങ്ങനെ മണം ആവിയിൽ വെന്ത് കഴിഞ്ഞ് മൂടി തുറക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടാവും. അപ്പം ഞാൻ മിക്കവാറും കോളേജിലേക്ക് പോകാൻ റെഡിയായി കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഈ മണം ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇതിങ്ങനെ കറികളിങ്ങനെ ഇലയിൽ ഇടണ കാണാനായിട്ട് ഞാൻ നോക്കി നിൽക്കാറുണ്ട്. ആവി പറന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. കറികൾ ഒന്നൊന്നായിട്ട് റെഡിയായിട്ട് അതിൽ കൊണ്ടിടുന്നും ഉണ്ടാവും. അപ്പോൾ ആ വെളുത്ത ചോറിൽ ആ പച്ച കളറും ചുമന്ന കളറും അതുപോലെ തന്നെ മഞ്ഞ കളറും ഇതൊക്കെ ആയിട്ട് ഓരോ കറികൾ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ടത് തക്കാളിക്കറിയാണ്. അതമ്മ എല്ലാ തവണയും പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ തരാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ചൂട് ചട്ടിയിൽ കടുക് പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, നാടൻ നല്ല കറിവേപ്പില, അതുപോലെ തന്നെ സവാള അരിഞ്ഞത്, ഇതൊക്കെ ഇട്ട് നല്ല പോലെ വഴറ്റും. അപ്പോൾ പെട്ടെന്ന് വഴലാനുള്ള എളുപ്പത്തിന് വേണ്ടിങ്ങാണ്ട് അമ്മ ഉപ്പ് ചേർക്കുന്നത് കാണാം. സവാളയിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. മിക്കവാറും തിരക്ക് പിടിച്ചുള്ള ഒരുക്കങ്ങളല്ലേ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ഇട്ട് ചേർത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല നാടൻ പഴുത്ത തക്കാളി ഉണ്ടാവും. അതുകൂടെ ചേർത്ത് ഇങ്ങനെ വഴറ്റിയെടുക്കും. അപ്പോൾ തക്കാളിയിൽ വേണമെങ്കിൽ ഒരല്പം വെള്ളം ഒഴിക്കാം. പക്ഷേ തക്കാളി നല്ല ഫ്ലഷി വാർത്ത ഉള്ളിലായതുകൊണ്ട് തന്നെ നല്ല ചാറ് അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറി വരുമ്പോഴത്തേനും തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ടാവും. ഈ തക്കാളിക്കറിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ വേറെ ഒഴിച്ചുകറി കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഈ തക്കാളിയുടെ ആ നേരിയ പുളിയും അതൊക്കെ ഇറങ്ങി ആ തക്കാളിക്കറി ഇടുന്ന ചോറിൻ്റെ അടിഭാഗത്ത് നിന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കാരണം ആ പുളിരസവും ബീൻസ് തോരൻ്റെ കൂടെ ഇങ്ങനെ ലയിച്ച് ആ ഭാഗത്തുള്ള ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ചോറ് പൊതി തുറക്കുമ്പോൾ തന്നെ കൂട്ടുകാരെല്ലാവരും കൂടി അവിടെ നിന്ന് ഇവിടെയൊക്കെ കൈ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ കുഞ്ഞിലെ ഞാൻ ഒറ്റയ്ക്കാണ് പൊതിച്ചോറ് കഴിച്ചിരുന്നെങ്കിൽ വലുതായപ്പോൾ പൊതിച്ചോറ് തുറക്കാൻ 100 കൈകൾ ചുറ്റും കൂടി വരും. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചുമായിരിക്കും കേട്ടോ. എല്ലാവരും ചോറ് പൊതികൾ അഴിക്കണത് നോക്കി നിൽക്കും, ഓടിച്ചെല്ലും. ഓരോ ജില്ലകളിലെ സ്പെഷ്യലായിട്ടുള്ള കറികളുണ്ടാവും. അതൊക്കെ എത്ര വേഗം തീരുന്നത്, ചിലപ്പോൾ 1-2 പിടിയോ കിട്ടുന്നുണ്ടാവുള്ളൂ ഒരു പൊതിച്ചോറിൽ നിന്ന്. പക്ഷെ അപ്പം കഴിക്കുന്ന ആ പൊതിച്ചോറിൻ്റെ ആ ഒരു കറികളുടെ രുചി ഉണ്ടല്ലോ, ഒരു സ്റ്റാർ ഹോട്ടലിൽ ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് രുചിയാണ്. അമ്മമാർ സ്നേഹത്തോടെ മക്കൾക്ക് വേണ്ടി ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു രുചി പിന്നെ എവിടെ കിട്ടാനാണ്.
അപ്പോൾ എൻ്റെ തക്കാളിക്കറി എപ്പോഴും എൻ്റെ പൊതിച്ചോറിൽ ഉണ്ടാവുന്ന ഒരു മെയിനായിട്ടാണ്. അത് ആ ചൂടോട് കൂടി ഇങ്ങോട്ട് ആ വാഴയിലേക്ക് ഇങ്ങനെ ഇടുന്ന കാണാനും ഭയങ്കര രസമാണ്. അപ്പോൾ എപ്പോഴും ചോറും കൂടുതലുണ്ടാവും, കറികളും കൂടുതലുണ്ടാവും കേട്ടോ. കാരണം അറിയാം, കോളേജിൽ ചെല്ലുമ്പോൾ എന്തായാലും കൂട്ടുകാരും കൂടി ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ കറികളും കൂടുതൽ ചോറും ഇടാറുണ്ട്. പിന്നെ ഉണ്ടാവുന്ന ഐറ്റം തേങ്ങാ ചമ്മന്തിയാണ്. തേങ്ങാക്കൊത്തും വറ്റൽമുളകും ചെറുള്ളിയും പുളിയും ഒക്കെ ചേർത്തിങ്ങാണ്ട് ചുട്ടെടുത്തിട്ട് അരച്ചെടുക്കുന്ന ആ തേങ്ങാ ചമ്മന്തി ഉണ്ട്. അതൊരു ഭയങ്കര ടേസ്റ്റുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇത് ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കില്ല. വെളിച്ചെണ്ണ ഒഴിക്കാതെ ചുവന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ചേർക്കുക. തേങ്ങാക്കൊത്ത് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സുഖമായിരിക്കും, കാരണം തേങ്ങ ചിരണ്ടി സമയങ്ങളില്ല, കുത്തി കുത്തി എടുത്താൽ മതിയല്ലോ. എന്നിട്ട് തേങ്ങാക്കൊത്ത് ചേർക്കും. പിന്നെ ചെറുള്ളി അരിയൊന്നും വേണ്ട, മുഴുവനോടെ തന്നെ അതിലേക്ക് ചേർത്തിട്ട് തേങ്ങാക്കൊത്തും കൂടെയും ചേർത്ത് നല്ലപോലെ ചുട്ടെടുക്കും. ഹൈ ഫ്ലെയിമിൽ അതിങ്ങനെ ചുട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരിക. വറ്റൽമുളകിൻ്റെയും ചെറുള്ളിയുടെയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തിൻ്റെയും ഇതൊക്കെ ചുട്ട് വരുമ്പോൾ വരുന്നൊരു മണമുണ്ടല്ലോ, ഭയങ്കര ഒരു മണമാണ്. പൊതിച്ചോറ് എല്ലാവർക്കും ഒരു നല്ല ഓർമ്മകൾ തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് പൊതിച്ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ലെങ്കിൽ കൂടി നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഒന്ന് മക്കൾക്ക് കൊടുത്ത് നോക്കണം. കാരണം അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവർ കാണുമ്പോൾ അവർ എന്താ പറയുക, പ്ലാസ്റ്റിക് പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളൊരു അനുഭവങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പൊതിച്ചോറ് അത് വാട്ടിയ വാഴയിലയിൽ ചോറും കറികളൊക്കെ ഇങ്ങനെ മിക്സായി അത് കഴിക്കുമ്പോഴത്തെ ഒരു രുചി അവർ തീർച്ചയായിട്ടും അറിയണം. അപ്പോൾ എല്ലാവരും അതൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊതിച്ചോറിൻ്റെ ഈ ഒരു ടേസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുന്നതുപോലെയാണ് ഞാൻ അതും കൂടിയും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തി എല്ലാ പൊതിച്ചോറിലും മെയിനായിട്ട് സ്ഥാനം പിടിക്കുന്ന ഒരു ഐറ്റമാണല്ലേ. പലതരത്തിലുള്ള ചുട്ടരച്ച ചമ്മന്തി, ചുട്ടരയ്ക്കാത്ത തേങ്ങാ ചമ്മന്തി, മാങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തി, അങ്ങനെ പല രീതിയിലുള്ള ചമ്മന്തികളുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊതിച്ചോറിൽ ആ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ ചുട്ട് വന്നിട്ട് അമ്മമാർ അമ്മിയിലൊക്കെ ആയിരിക്കും അരച്ചെടുക്കുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും മിക്സിയൊക്കെ ആയൊരു സ്ഥാനം കൈയടക്കി കഴിഞ്ഞല്ലോ. അപ്പം മിക്സിയുടെ ചെറിയ ജാറിൽ ഇതെല്ലാം ചുട്ടെടുത്തിങ്ങാട്ട് ഒരല്പം പുളിയും കൂടെ ചേർത്ത്, പുളി ഇല്ലെങ്കിൽ പുളിയുടെ വെള്ളം ചാലിച്ചതായാലും മതി, അതും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അരയണ്ട, വെണ്ണ പോലെ അരയണ്ട ചമ്മന്തിക്ക്, ഒന്ന് ഒരു തരി പോലെ വേണം, എന്നാലോ ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ എടുക്കുന്ന ആ ചമ്മന്തിയും കൂടെ ചോറിലേക്ക് ഇടണം. അപ്പോൾ ആ ചോറ് പൊതി തുറക്കുമ്പോൾ ആ ചമ്മന്തിക്ക് അടിയിലെ ചോറും കൂടെ കഴിക്കാൻ ഭയങ്കര രുചിയാട്ടോ. കാരണം ആ ഒരു ആട്ടിയ നാടൻ വെളിച്ചെണ്ണയുടെ രുചിയും വറ്റൽമുളകിൻ്റെയും നാളികേരത്തിൻ്റെയും ചെറുള്ളിയുടെയും ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ ചോറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ കറികൾ മാത്രം മതി, എന്താ പറയുക, ആ ചമ്മന്തിയുടെ ഭാഗം തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ബാക്കി എല്ലാ കറികളിലും ഒത്തുവരുമ്പോഴത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അടുത്ത സ്ഥാനം കൈയടക്കുന്ന ആൾ എൻ്റെ ചുട്ടരച്ച ചമ്മന്തിയാണ്. പിന്നെ ഉണ്ടാവുന്ന മെയിനായിട്ട് ഈ ചമ്മന്തി ഇടുമ്പോൾ അങ്ങനെ ചോറിൻ്റെ ഭാഗം ഇങ്ങനെ കുഴിച്ചിട്ട് അതിലിങ്ങനെ ചമ്മന്തി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇടും കേട്ടോ, കാരണം കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഉണ്ടാവുന്ന മെയിൻ ഐറ്റം അച്ചാർ ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. പിന്നെ ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ വീട്ടിലെപ്പോഴും ഉണ്ടാവും. കാരണം അമ്മയുടെ ഇഞ്ചിക്കറി ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാവരും കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇഞ്ചിക്കറി എന്നുള്ളത്. അതെപ്പോഴും ഉണ്ടാവും, വെറുതെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ആ ഇഞ്ചിക്കറിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പിന്നുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ്. ഭയങ്കര രുചിയാണ്. അത് ഉണ്ടാക്കി നോക്കി, ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ, ഒരു തവണ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഞ്ചിക്കറിയായി, ചുട്ടരച്ച ചെമ്മീൻ കറിയായി, ബീൻസ് തോരനായി, തക്കാളിക്കറിയായി. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടി ഇട്ടിട്ട് ഇല പൊതിയുന്നതിലുണ്ട് കേട്ടോ കാര്യം. ഇല നന്നായിട്ട് പൊതിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോയി ചാൻസ് ഉണ്ട്. അപ്പം രണ്ട് വശത്തുനിന്നും ഇതുപോലെ മടക്കി ഭദ്രമായിട്ട് എന്ന് പറയുന്ന പോലെ പോകാതെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മടക്കിയിട്ട് താഴെ രണ്ടറ്റത്തുനിന്നും മടക്കിയതിന് ശേഷം ഈ ഇല തിരിച്ച് വെക്കണം. വേണമെങ്കിൽ ഇവിടെ ഒരു കെട്ടാം, വേണമെങ്കിൽ വാഴനാര് കൊണ്ടോ അല്ലെങ്കിൽ
തുന്നണ നൂല് കൊണ്ടോ കെട്ടാട്ടോ വേണമെങ്കിൽ. ഇവിടെ അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുവരെയും പോയിട്ടില്ല. എന്നിട്ട് ന്യൂസ് പേപ്പറിൽ 2 ലെയറിൽ ന്യൂസ് പേപ്പർ എടുക്കാം. എന്നിട്ട് ന്യൂസ് പേപ്പറിലും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് രണ്ടറ്റത്തൊന്നും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ നല്ല ഭംഗിയൊക്കെ വേണം കാണാനായിട്ട് പൊതിച്ചോറ്. രണ്ടറ്റത്തൊന്നും മടക്കി അത് ഇതാക്കി ഒന്നുമില്ലെങ്കിൽ എളുപ്പത്തിന് റബ്ബർ ബാൻഡ് ഇടാം കേട്ടോ. മുമ്പ് റബ്ബർ ബാൻഡൊന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ട് വാഴ നാരുകൊണ്ടായിരുന്നു കെട്ടിയിരുന്നതൊക്കെ. ഇപ്പം നമ്മൾ എളുപ്പത്തിന് റബ്ബർ ബാൻഡൊക്കെ എടുക്കും, അല്ലെങ്കിൽ നൂലായാലും മതി. അങ്ങനെ ഭദ്രമായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഈ പൊതിച്ചോറ് റെഡി. ഇനി ഈ പൊതിച്ചോറ് കൊണ്ട് പോകുമ്പോൾ ഉച്ചയാവാനാണ് ഞാൻ കൂടുതൽ കാത്തിരിക്കാറ്, എല്ലാവരെയും പൊതിച്ചോറ് തുറക്കാൻ വേണ്ടിയിട്ട്. അന്നേരത്തെ ക്ലാസ്സൊന്നും യാതൊരു ഓർമ്മയുണ്ടാവാറില്ല. കാരണം പൊതിച്ചോറിൻ്റെ മണം ഇങ്ങനെ ബാഗിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ എത്രയും വേഗം ഉച്ചയാവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അന്നത്തെ ദിവസമാണെങ്കിൽ പതിവിലത്തെ നേരത്തെ വിശക്കുകയും ചെയ്യും. അപ്പോൾ ആ വിശപ്പിൻ്റെ വിളിയോടുകൂടി ഉച്ചയാവാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പതിയെ പൊതിച്ചോറ് തുറക്കും. പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ 4 പാടുന്ന കൈകൾ ഓടി വരും. അങ്ങനെ പിന്നെ ചുറ്റുള്ളൊന്നും ശ്രദ്ധിക്കാതെ കഴിപ്പ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കഴിച്ച് ഇലയിൽ ഒരു വറ്റുപോലും ഇല്ലാണ്ടാവുമ്പോഴോ ഞങ്ങൾ പരസ്പരം നോക്കാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വിരലുകളും ചപ്പിങ്ങാട്ടൊരു ചിരിയുണ്ട്. ആ പൊതിച്ചോറിൻ്റെ രുചിയിൽ സംതൃപ്തരായിട്ടുള്ള ആ ചിരി എല്ലാവരെയും ഇതുപോലെ ആയിരിക്കുമല്ലോ അന്നത്തെ ദിവസം. അങ്ങനെ ഇതാണ് എൻ്റെ പൊതിച്ചോറ് ഓർമ്മ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും ഇതുപോലെ ഓർമ്മകളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പൊതിച്ചോറ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അടങ്ങിയ ഒരു പൊതിച്ചോറ് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ വളരെ നല്ല റെസിപ്പികളായിട്ട് ഉടനെ തന്നെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. ഓൾന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെയും ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.